أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ വചനമാണ് നിങ്ങൾ ശ്രവിച്ചത്. അർത്ഥം: അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. കഴിഞ്ഞ ദർസിൽ വുളുവിനെക്കുറിച്ചും അതിൻ്റെ യുക്തിയെക്കുറിച്ചുമായിരുന്നു പറഞ്ഞിരുന്നത്. വുളു അല്ലെങ്കിൽ തയമ്മും ചെയ്തതിന് ശേഷം മുസ്ലിങ്ങൾക്ക് കൽപ്പനയുള്ളത്, നിങ്ങൾ സമാധാനാവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ ഭൂമിയിലാണെങ്കിൽ കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇരു കൈകളും ഉയർത്തി കൈപ്പറ്റി കിബിലക്ക് നേരെയും തള്ളവിരൽ ചെവിയുടെ കീഴ്ഭാഗത്തിന് സമമായും വരുന്ന വിധത്തിൽ പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ ആരാധിക്കാൻ പോവുകയാണ് എന്ന നിയ്യത്തോടുകൂടി മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വിരമിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയാണ് എന്ന ചിന്തയിൽ മുഴുകി കൈകെട്ടുന്നു. ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നതിൻ്റെ യുക്തി എന്തെന്നാൽ, നൈസർഗികമായി അത് സൂചിപ്പിക്കുന്നത് താൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നതാണ്. ഒരു മുസ്ലിം അപ്രകാരം കൈകൾ ഉയർത്തിക്കൊണ്ട് വ്യക്തമാക്കുന്നത്, ഇപ്പോൾ ഞാൻ മറ്റെല്ലാ ഭൗതിക ചിന്തകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ്. അതിലൂടെ ശ്രദ്ധയും ഒരു ഉണർവും ലഭിക്കുന്നു. പിന്നീട് നെഞ്ചത്ത് കൈകൾ കെട്ടുന്നു. അത് സൂചിപ്പിക്കുന്നത് അല്ലാഹുവിനോടുള്ള ബഹുമാനത്താൽ വിനയാന്യതനായി അവൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നതാണ്. തുടർന്ന് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഖൈറുക എന്ന് പറയുന്നു. അതായത്, അല്ലാഹുവേ, നിന്റെ സ്ഥാനത്തിന് വിരുദ്ധമായ എല്ലാ ന്യൂനതകളിൽ നിന്നും നീ പരിശുദ്ധനാണ്. നിന്റെ അന്തസ്സിന് യോജിച്ച എല്ലാ ഗുണങ്ങളാലും നീ സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. നിന്റെ നാമം എല്ലാ അനുഗ്രഹങ്ങളുടെയും സഞ്ചയമാകുന്നു. നിന്റെ മഹത്വം അത്യുന്നതമാകുന്നു. നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ശേഷം അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുന്നു. അതായത്, അല്ലാഹുവേ, നിന്റെ സവിധത്തിൽ നിന്നും അകറ്റപ്പെട്ട എല്ലാ ദുരാത്മാക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു, അവയുടെ സ്വാധീനം എന്നിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. തുടർന്ന് സൂറ ഫാത്തിഹ ചൊല്ലുന്നു. ശേഷം ഏതെങ്കിലും ഒരു സൂറത്തോ അല്ലെങ്കിൽ 3 ആയത്തുകൾ അടങ്ങിയ ഏതെങ്കിലും സൂറത്തിൻ്റെ ഭാഗമോ ചൊല്ലുന്നു. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂയിൽ പോകുന്നു. റുക്കൂ എന്ന് പറയുന്നത് കാലിൻ്റെ മുകൾ ഭാഗവും മുതുകും തലയും സമാന്തരമായി വരുന്ന വിധത്തിൽ കൈകൾ കാൽമുട്ടിൽ വച്ച് കുനിഞ്ഞു നിൽക്കുന്നതിനെയാണ്. കാലുകൾ വളയാതെ നേരെ വെക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ അവസ്ഥയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുന്നു. അതായത്, മഹത്വമുടയവനായ എൻ്റെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. ഈ വാചകം 3 പ്രാവശ്യമോ അതിൽ അല്ലെങ്കിൽ ഒറ്റസംഖ്യയായി വരുന്ന വിധത്തിൽ അതിൽ കൂടുതൽ പ്രാവശ്യമോ ചൊല്ലുന്നു. പിന്നീട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു. അർത്ഥം: ആരാണോ സത്യഹൃദയത്തോടുകൂടി ദുആ ചെയ്യുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നത്, അവൻ്റെ ദുആ അവൻ കേൾക്കുന്നതാണ്. ശേഷം ഇരു കൈകളും താഴെയിട്ട് നിവർന്നു നിന്ന് റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന ദുആ ചെയ്യുന്നു. അതായത്, ഞങ്ങളുടെ നാഥ, ഏറ്റവും പരിശുദ്ധവും അനുഗ്രഹീതവുമായ എല്ലാ സ്തുതിയും നിനക്കാകുന്നു. ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സജ്ദയിൽ പോകുന്നു. സജ്ദ എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ 7 എല്ലുകളും നിലത്ത് പതിയുന്ന വിധത്തിൽ പൂർണ്ണമായും കുനിയുന്നതിനെയാണ്. അതായത്, അവൻ്റെ നെറ്റിത്തടവും കാൽമുട്ടും പൂർണ്ണമായും നിലത്ത് വെച്ച് ഇരു കൈപ്പടങ്ങളും കാൽവിരലുകളും കിബിലക്ക് നേരെ വരുന്ന വിധത്തിൽ നിലത്ത് പതിപ്പിച്ച് പൂർണ്ണമായും നിലത്തേക്ക് കുനിയുന്നു. ഈ അവസ്ഥയിൽ
സുബ്ഹാന റബ്ബിയൽ അഅല, അഥവാ അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നുവെന്ന് 3 പ്രാവശ്യമോ അതിൽ കൂടുതലോ തവണ പറയുന്നു. അനന്തരം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. ഇരിക്കുമ്പോൾ ഇടത്തേക്കാൽ അവൻ്റെ കീഴിൽ വരുന്ന വിധത്തിൽ മടക്കി കാൽപാദം കിടത്തി അതിലിരിക്കേണ്ടതാണ്. വലതുകാൽ മടക്കി വിരലുകൾ കിബിലയ്ക്ക് നേരെ വരുന്ന വിധത്തിൽ പാദം കുത്തനെ നിവർത്തി നിലത്ത് വെക്കേണ്ടതാണ്. ഈ അവസരത്തിൽ അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്ന ദുആ ചെയ്യുന്നു. ഇത് അബൂ ദാവൂദിൽ വന്ന ദുആയാണ്. ചില ഹദീസുകളിൽ വർഫഅനി അല്ലെങ്കിൽ വജ്ബുർനി എന്നീ പദങ്ങളും വരുന്നുണ്ട്. ശേഷം വീണ്ടും സജദയിൽ പോകുന്നു. 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ഉച്ചരിക്കുന്നു. ശേഷം പിന്നെ എഴുന്നേൽക്കുന്നു. ഒരു റക്അത്ത് അങ്ങനെ പൂർത്തിയാകുന്നു. 2ാമത്തെ റക്അത്തിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന ആ ദുആ നാം ചൊല്ലേണ്ടതില്ല. 2ാമത്തെ റക്അത്തിന്റെ അവസാനത്തിൽ 2ാമത്തെ സുജൂദിന് ശേഷം ആദ്യ സുജൂദിന് ശേഷം ഇരുന്നതുപോലെ തന്നെ ഇരുന്ന് തശഹുദ് അഥവാ അത്തഹിയ്യാതു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദുആ ചൊല്ലുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ശേഷം സുന്നത്തായ ദുആകൾ ഏതെങ്കിലും നമുക്ക് ഉചിതമായി തോന്നുന്നത് ചൊല്ലാവുന്നതാണ്. പിന്നീട് വലതുഭാഗത്തേക്ക് മുഖം തിരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നു. ശേഷം ഇടത് ഭാഗത്തേക്ക് മുഖം തിരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നു. അങ്ങനെ 2 റക്അത്തുള്ള നമസ്കാരം പൂർണ്ണമാകുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.